നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുമ്പോൾ തിരുവനന്തപുരത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് നമ്മുടെ സംസ്ഥാന അതിർത്തിയിലേക്ക് ചെല്ലുന്ന ദേശീയപാത 66-ൽ അപകടങ്ങൾ ഏറ്റവും പതിയിരിക്കുന്ന ഇടങ്ങളാണ് പരുശുവയ്ക്കൽ ജംഗ്ഷൻ മുതൽ കളിയിക്കാവിള വരെയുള്ള റോഡിന്റെ പല ഭാഗങ്ങളും. ഈ റീച്ചിൽ ഏറ്റവും അപകടം നടക്കുന്ന ഇടമാണ് കുറുങ്കുറ്റി. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ഇവിടെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. എന്താണ് ആ മേഖലയുടെ അപകട ചിത്രം? കാണാം. ദേശീയപാത 66-ൽ പരശുവയ്ക്കൽ മുതൽ കളിയിക്കാവിള വരെ നീളുന്ന റീച്ച്. ഇതിൽ തന്നെ കുറുങ്കുട്ടി എന്ന പ്രദേശം. നാറ്റ്പാക്കിൻ്റെ 2021 കണക്കനുസരിച്ച് ആ ഒരു വർഷം മാത്രം ഇവിടെ വാഹനാപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞത് 15 പേർക്കാണ്. 70 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമായും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. പണ്ട് ചരക്ക് വാഹനങ്ങൾ ഇതുവഴി ധാരാളം പോയിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം വാഹനങ്ങൾ ബൈപ്പാസ് വഴിയാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് സഞ്ചരിച്ച് എത്തുന്നത്. എങ്കിലും ഇവിടെ ഇപ്പോഴും വാഹനാപകടങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇത് സാധാരണ അപകടം പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഇത് സ്ഥിരം ഇവിടെ അപകടം പറ്റുന്നതാണ്. അതായത് അവിടെ ഒരു ടേണിംഗ് ഉണ്ട്. ഇന്നലെയും ഒരു ആക്സിഡൻറ്റ്. ഇന്നലത്തെ ആണെങ്കിൽ ഒരു രണ്ട് കൊച്ചു പയ്യന്മാർ കോണ്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു. രണ്ടുപേരും തെറിച്ച് റോഡിൽ വീഴുന്നു. എന്നിട്ട് ഇവിടെ പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ അതാ അവിടെയും ഇതുപോലെ അപകടങ്ങൾ സ്ഥിരം പറ്റാറുണ്ട്. മരണങ്ങൾ നടന്നിട്ടുണ്ട്. ചെറിയ വളവും പിന്നെ ഡിവൈഡർ ഇല്ല. അങ്ങനെ ലൈറ്റൊക്കെ ഉണ്ട്. ഇന്നലെ ആണെങ്കിൽ ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് വൈകുന്നേരം. തമിഴ്നാട്ടിൽ വരുന്ന ധാരാളം വണ്ടികളൊക്കെ ലോഡ് കൊണ്ടുവരുന്ന വണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോഴും പക്ഷേ പഴയതുപോലെ തിരക്കില്ല. ബൈപ്പാസ് വന്നതിന് ശേഷം വലിയ തിരക്കില്ല. തിരക്ക് ശലം കുറഞ്ഞു. അങ്ങനെ അപകടം നടക്കാറുണ്ട്. ഇറക്കമുള്ള റോഡുകളിലെ വളവും തിരിവും വെളിച്ചമില്ലായ്മയും കൃത്യമായി മീഡിയനുകൾ ഇല്ലാത്തതും അലക്ഷ്യമായ ഓവർടേക്കിങ്ങുമെല്ലാം ഈ മേഖലയിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു. സംഭവം ടേണിംഗ് ആണല്ലോ. ആ ഇറക്കം വരുന്ന ആൾക്കാർ പിടിച്ചാൽ നിൽക്കില്ല. അപ്പോൾ എതിരെ വരുന്ന വണ്ടിയും കാണാൻ പറ്റില്ല പെട്ടെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് കൂടുതൽ ആക്സിഡൻറ്റ് കൂടെ ഉണ്ടാകുന്നത്. മഴയാണെങ്കിൽ പ്രശ്നം തന്നെ. മനസ്സിലായില്ലേ? പിടിച്ചാൽ നിൽക്കില്ല. വളവും കൂടെയാണ്. അപകടം പറ്റുന്ന സ്ഥലം ഒന്ന് ഈ ടേണിങ്, ഒന്ന് ആ ജംഗ്ഷൻ, അത് കഴിഞ്ഞ് പൗതിയാമള ജംഗ്ഷൻ ഒരെണ്ണം. ഇവിടെ കുറുങ്കുട്ടി അപ്പുറത്തെ ജംഗ്ഷൻ പൗതിയാമളയിലും സ്ഥിരം ആക്സിഡന്റ്. ദേശീയപാതയിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ നാറ്റ്പാക്കിൻ്റെ കണക്കനുസരിച്ച് 12ാം സ്ഥാനത്താണ് കുറുങ്കുറ്റി. ഇവിടെ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തണമെന്നും പലകുറിയായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാം കടലാസിൽ ഒതുങ്ങുന്നു. ഹരി വിതുരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.